ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് പദ്ധതികളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. രണ്ട് പദ്ധതികളും എന്തിന്റെ ഭാഗമാണ് എന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യം PS ചോദിക്കുന്നുണ്ട്. PS ചോദ്യം ഉണ്ട് കേട്ടോ. പ്രീവിയസ് ചോദ്യം PS ചോദിക്കുന്നുണ്ടെന്നല്ല, പ്രീവിയസ് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ അണ്ടറിലുള്ളതാണ്. 2008 ഇതൊരു സെപ്പറേറ്റ് വിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, KSSM എന്ന് പറയും. KSSM, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സോഷ്യൽ ജസ്റ്റിസിന്റെ അണ്ടറിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും കൂടെ പറയാം. പേരിനകത്ത് തന്നെയുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. അതായത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള നമ്മുടെ വയോജനങ്ങള്, ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, വിഡോസ്, BPL ജീവിക്കുന്ന ജനങ്ങള്, ഇവരൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ. അല്ലെ, ഇവരെയൊക്കെയാണ് ശരിക്കും ഈ ഒരു KSSM വഴി അവര് ടാർഗറ്റ് ചെയ്യുന്നത്. 2008 തുടങ്ങിയത് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് അതായത് KSSM എന്ന് പറയുന്നത് 15 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ്. സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആണ്. നിലവില് സാമൂഹ്യക്ഷേമ മന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ R ബിന്ദു ആണ്. അപ്പം ഡോക്ടർ R ബിന്ദു ആണ് ഇപ്പം നിലവിലത്തെ KSSMന്റെ ചെയർപേഴ്സൺ അഥവാ ചെയർമാൻ എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ വേണം. ഇവ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള രണ്ട് പദ്ധതി, ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വയോമിത്രം എന്ന് പറയുന്ന പദ്ധതിയാണ്. അത് ഓൾറെഡി ചോദ്യം ചോദിക്കുന്നതാണ്. ഇതിന്റെ പുതിയൊരു പദ്ധതിയാണ് മിഠായി പദ്ധതി എന്ന് പറയും. മിഠായി പദ്ധതിയെ പറ്റിയിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നാലും എഴുതത്തക്ക രീതിയിലേക്കുള്ള ക്ലാസ് ആണിത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് മിഠായി പദ്ധതി? പ്രമേഹ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക്, അപ്പൊ കൊച്ചു കുട്ടികളാണ് മിഠായി ഇഷ്ടപ്പെടുന്നത്. മിഠായിക്കകത്ത് മധുരമുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. പ്രമേഹം ബാധിതരായിട്ടുള്ള കുട്ടികൾക്കുള്ള സാമൂഹ്യ സഹായ പദ്ധതിയാണ് മിഠായി പദ്ധതി. നോക്കിയേ, സാമൂഹ്യ നീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും പരിചരണം നൽകുന്നതിന് ആരംഭിച്ചിട്ടുള്ള സമഗ്ര സാമൂഹിക അധിഷ്ഠിത പദ്ധതിയാണ് മിഠായി. ആർക്കൊക്കെയാണ്? കുട്ടികൾക്കും കൗമാരക്കാർക്കും. ഏത് ടൈപ്പ് പ്രമേഹമാണ്? ടൈപ്പ് 1. ആരൊക്കെ ചേർന്ന് നടത്തുന്നു? സാമൂഹ്യ നീതി വകുപ്പിന്റെ അണ്ടറിലുള്ള കേരള സാമൂഹ്യ മിഷൻ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. മിഠായി പദ്ധതിയില് കുട്ടികൾക്ക് നൽകുന്ന വേദന ഇല്ലാത്തതും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആധുനിക പെൻസുലിനാണ് ഉപയോഗിക്കുന്നത്. ടൈപ്പ് 1 പ്രമേഹ രോഗം ബാധിച്ചവർക്ക് ഇൻസുലിൻ പെൻ, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ, ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സയും ആരോഗ്യ ചികിത്സാ ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് ഈ മിഠായി പദ്ധതി. കുട്ടികൾക്ക് കൗൺസിലിംഗും മാതാപിതാക്കൾക്ക് പരിശീലനവും മറ്റ് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടെ 6 ഘട്ടങ്ങൾ ഉൾപ്പെട്ട ഒരു ബൃഹത് പദ്ധതി കൂടിയാണിത്. 6 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് കൗൺസിലിംഗ്, മാതാപിതാക്കൾക്ക് പരിശീലനം, ഒരുപാട് സാമൂഹ്യ സുരക്ഷാ സംവിധാനം, ഇങ്ങനെ 6 ഘട്ടങ്ങളിലായിട്ടാണ് ഈ മിഠായി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ പദ്ധതി വഴി ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച 18 വയസ്സിൽ വരെയുള്ള കുട്ടികൾക്ക് പദ്ധതിയിലൂടെ സേവനം കൊടുക്കും. പ്രത്യേക സോഫ്റ്റ്വെയർ വഴിയാണ് രജിസ്ട്രേഷനും തുടർ നടപടികളും സ്വീകരിച്ചു വരുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന മിഠായി ക്ലിനിക്കുകൾ മുഖേനയാണ് മിഠായി പദ്ധതിയിലെ അംഗങ്ങളായ കുട്ടികൾക്ക് മരുന്നും മറ്റു ചികിത്സാ ഉപകരണങ്ങളും നൽകി വന്നിരുന്നത്. എന്നാൽ മിഠായി പദ്ധതിയുടെ സേവനം ലഭ്യമല്ലാതിരുന്ന 9 ജില്ലകളിൽ കൂടി സാറ്റലൈറ്റ് സെന്ററുകൾ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് സെന്ററുകൾ ആരംഭിച്ചത് വഴി പദ്ധതി ഗുണഭോക്താക്കൾക്ക് ദീർഘദൂര യാത്രകൾ ഒഴിവാക്കി വൈദ്യസഹായം അതാത് ജില്ലകളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പീഡിയാട്രീഷ്യൻ, നേഴ്സ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ സേവനത്താൽ ചികിത്സയും ആരോഗ്യ ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിരക്ഷയും പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. ഇനി ഇതിനകത്ത് പദ്ധതിയിലെ ഭാഗമാകണമെങ്കിൽ അർഹതാ മാനദണ്ഡം പറയുന്നുണ്ട്. മിഠായി പദ്ധതി അപേക്ഷ ഓൺലൈൻ മുഖേന സ്വീകരിക്കുന്നു. www.mithai.org എന്ന വെബ്സൈറ്റ് വഴി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. 18 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഗുണഭോക്താക്കൾ. അപേക്ഷകന്റെ വാർഷിക കുടുംബ വരുമാനം 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അപേക്ഷകൻ രക്ഷകർത്താവ്
അപേക്ഷകൻ അല്ലെങ്കിൽ രക്ഷകർത്താവ് കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. ടൈപ്പ് 1 പ്രമേഹ രോഗനിർണയത്തെക്കുറിച്ചും പദ്ധതിയുടെ കീഴിൽ ശുപാർശ ചെയ്ത ചികിത്സാ രീതിയെക്കുറിച്ചും എംപാനൽ ഡോക്ടർ കുട്ടി കൗമാരക്കാർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം. ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ മാതാപിതാക്കൾ വിവരം അറിഞ്ഞുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ തയ്യാറാവണം. കുട്ടിയുടെ അല്ലെങ്കിൽ കൗമാരക്കാരുടെ മാതാപിതാക്കൾ റെസിഡൻഷ്യൽ ഡയബറ്റിക് ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള നിർബന്ധിത പരിശീലനത്തിനും തയ്യാറായിരിക്കണം. ഇത്രയുമാണ് ഇതിനകത്തെ പറ്റിയിട്ട് ഓർത്തു വെക്കാനുള്ളത്. ടൈപ്പ് 1 ആണ്, 18 വയസ്സിന് താഴെയാണ്. അതുപോലെ ഇവർക്ക് വേണ്ടിയിട്ട് 6 ഘട്ട പദ്ധതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ പെന്നും കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ, ഇൻസുലിൻ പമ്പ് തുടങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആരോഗ്യ ചികിത്സാ രീതിയാണ് ഇപ്പൊ കൊടുത്തു വരുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ വഴിയാണ് നമ്മുടെ KSSM വഴിയാണ് ഇത് കൊടുക്കുന്നത്. 2 കേരള സെക്യൂരിറ്റി സോഷ്യൽ മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത പദ്ധതിയാണ് വയോമിത്രം. പേരിനകത്ത് തന്നെയുണ്ട്. ആരെ ഉദ്ദേശിച്ചിട്ടാണ്? സംസ്ഥാനത്ത് വയോജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന്, അതായത് 65 വയസ്സിന് മുകളിലുള്ളവരെയാണ് വയോജനത്തിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 65 എബോവ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കള്. അപ്പൊ ഇവരുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയായിരുന്നു വയോമിത്രം. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ചേർന്നിട്ട് സംയുക്ത പദ്ധതിയായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. നിലവിൽ ഈ പദ്ധതി 6 കോർപ്പറേഷൻ, 85 മുനിസിപ്പൽ നഗരസഭാ പ്രദേശം, 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇപ്പോൾ 95 വയോമിത്രം യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസനത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജനക്ഷേമ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഈ ഒരു സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നും കൂടെ പഠിച്ചു വെക്കണം. മൊബൈൽ ക്ലിനിക് സർവീസ്, അതായത് വയോമിത്രം പ്രൊവൈഡ് മെഡിസിൻ ഫ്രീ ഓഫ് കോസ്റ്റ് ബൈ കണ്ടക്ടിങ് മൊബൈൽ ക്ലിനിക്സ് ഇൻ വാർഡ് ബേസിസ് ഇൻ ദ ഏരിയ. ഓരോ വാർഡിലും മൊബൈൽ ക്ലിനിക്കുകളുണ്ട്. അതുവഴി ഫ്രീ ആയിട്ട് മെഡിസിൻസ് കൊടുക്കും. അതായത് പ്രത്യേകിച്ച് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യം ഇല്ല. ഈ ഒരു മൊബൈൽ യൂണിറ്റിനകത്ത് ഒരു മെഡിക്കൽ ഓഫീസറും സ്റ്റാഫ് നേഴ്സും ഒരു JPHനും കാണും. ഓക്കെ. 2 വാതിൽപ്പടി സേവനം, അതുപോലെ പാലിയേറ്റീവ് കെയർ സർവീസ് ടു ദ ബെഡ് റിഡൻ. ഇപ്പൊ കിടപ്പിലായി ആൾക്കാർക്കാണെങ്കിൽ വാതിൽപ്പടി സേവനം കേട്ടിട്ടില്ലേ? വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്നതാണ് വാതിൽപ്പടി സേവനവും പാലിയേറ്റീവ് കെയറും കൊടുക്കുന്നത്. അപ്പം ദിസ് സർവീസ് ഇന്റൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ചെക്കപ്പ് ആൻഡ് മെഡിസിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫോർ ദ എൽഡർലി ബെഡ് റിഡൻ പേഷ്യന്റ് ഇൻ ദ പ്രോജക്ട് ഏരിയ. അല്ല, ഹെൽപ്പ് ഡെസ്ക് ഫോർ ദ ഓൾഡ് ഏജ് ആണ് അടുത്തത്. അതായത് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് വയോമിത്രം ഓഫീസിലും ക്ലിനിക്കുകളിലും ഒക്കെ തന്നെ. ദ കോർഡിനേറ്റേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് പ്രൊവൈഡ് കൗൺസിലിംഗ് ടു ദ എൽഡർലി ഹു ആർ എക്സ്പീരിയൻസ് ഐസൊലേഷൻ, മെഡിക്കൽ കോൺഫ്ലിക്ട് എമംഗ് ദ ബെനിഫിഷ്യറീസ്. പറഞ്ഞുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു കിടക്കുന്നവർക്കൊക്കെ തന്നെ കൗൺസിലിംഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. മറ്റ് സർവീസുകളാണ് സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പ്സ് പ്രോജക്ട് ഏരിയയിൽ, അതായത് നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ സംഘടിപ്പിക്കാം. എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, ഈ സല്ലാപം, സ്നേഹയാത്ര പോലെയുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഈ ഓൾഡ് ഏജ് ഹോമിലുള്ളവർക്കും ഒക്കെ കൊടുക്കുക. വയോമിത്രം ബെനിഫിഷ്യറീസിനൊക്കെ കൊടുക്കുക. അതുപോലെ ക്ലബ്ബുകൾ ആക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, വയോജന ക്ലബ്സ്. അതുപോലെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാംസ് വെർ കണ്ടക്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. സ്പോൺസർഷിപ്പ് പ്രോഗ്രാംസ് നടത്തുക. അതുപോലെ തന്നെ എന്താണ്, കണ്ടക്ടഡ് സ്പെഷ്യൽ ഡേ പ്രോഗ്രാംസ്, ഹെൽത്ത് ആൻഡ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡേ പ്രോഗ്രാംസ് നടത്തുക. ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് വയോമിത്രം ഇൻ സോഷ്യൽ ഇഷ്യൂ റിലേറ്റഡ് ടു ഓൾഡ് ഏജ് ഇൻ ദ ഏരിയ. റീഹാബിലിറ്റേഷൻ, ആരും നോക്കാനില്ലാത്തവരെ മാറ്റി പാർപ്പിക്കുക ഒക്കെയാണ്. ടാർഗറ്റ് ഗ്രൂപ്പ് 65 എബോവ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അണ്ടറിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 2 പദ്ധതികൾ, പിന്നെ അനുയാത്ര പോലെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞില്ലേ, സല്ലാപം, അവരെ കൊണ്ടുവന്ന് യാത്ര പോകുന്നതും അവരുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞില്ലേ, അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. സ്നേഹയാത്ര, സല്ലാപം ഒക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതുപോലുള്ള പദ്ധതികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2008 ഈ ഒരു കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വന്നത്. ആരാണ് ഇതിന്റെ ചെയർമാന്? നിലവിൽ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആണോ, അവരാണ് ചെയർമാൻ. പിന്നെ 15 അംഗ ബോഡിയാണ് ഇതിനകത്ത് ഉള്ളത്. ഒരു എക്സിക്യൂട്ടീവ് ബോഡിയൊക്കെ വേറെ ഉണ്ട്. സെക്രട്ടറി, ഹെഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.